ദാ കുടിക്കൂ അച്ഛ. വെള്ളം കുടിക്കൂ. അച്ഛന്റെ കൈ കിടന്ന് വിറയ്ക്കുന്നത് കാണുന്നില്ലേ? ഞാൻ പിന്നീട് കുടിച്ചോളാം. ഇപ്പൊ തലയ്ക്കകത്ത് വേറെന്തൊക്കെയാണ് ഓടുന്നത്? ഇനിയും അവിക് ബന്ന ജീവനോടെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവനായിരിക്കും ഇല്ലാതാകാൻ പോകുന്നത്. നിങ്ങൾ എന്തിനാ ഇത്രയ്ക്ക് പേടിക്കുന്നത്? നിന്നു പോകാൻ നിങ്ങളുടെ ഹൃദയം എന്താ ടൈം പീസാ? ഒരു ചെറിയ കുട്ടിയല്ലേ, എപ്പോ വേണമെങ്കിലും നമുക്കവനെ തീർക്കാം. ആ കൊച്ചിന് 7 വയസ്സേ ഉള്ളൂ. അതുപോലെ റോജ 16 വയസ്സ്. അങ്ങനെ രണ്ടുപേരുടെയും വയസ്സ് കൂട്ടിച്ചേർത്താലാകുന്നതാണ് 23 വയസ്സ്. നമുക്കൊരു റിസ്ക്കും എടുക്കാൻ പറ്റില്ല പ്രതാപ്. ഈ 7 വയസ്സുകാരൻ പയ്യൻ മരിച്ചാൽ ആ 16 വയസ്സുകാരി ശരിക്കും ദുർബലയായി പോകും. താമസിച്ചാൽ രാജ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. പിന്നെ സംഭവിക്കുന്നത് അത് മാത്രമായിരിക്കില്ല. വീർഗഡിലെ മുഴുവൻ ജനങ്ങളുടെയും ദേഷ്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അയ്യോ, ഇങ്ങനെ പേടിപ്പിക്കല്ലേ. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി. ഇതാണ് അവസ്ഥയെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ആ അവിക് ബന്നയുടെ കാര്യം ഇന്നത്തോടുകൂടി നമുക്ക് തീർത്ത് കളയാം. നാളെ രാവിലെ നമ്മുടെ അവിക് ബന്ന ഗാർഡനിൽ കളിക്കുന്ന സമയത്ത് ദേഹത്ത് മരം വീണ് മരിച്ചു. അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട്. അതായത് അവിക് ബന്ന കളിക്കുന്ന സമയത്ത് ഒരു വിഷപ്പാമ്പ് വന്ന് അവനെ കടിച്ചു കൊല്ലുന്നു. എന്നാ ഇപ്പൊ നിങ്ങളൊന്ന് കൈനീട്ടിക്കേ. ആ വന്നത് ഹെഡാണ്. അപ്പോൾ അവിക് ബന്ന കളിക്കുന്ന സമയത്ത് ഗാർഡനിൽ വെച്ച് മരിക്കുന്നു. അവൻ മരിച്ചു. പ്രതാപ്, നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഈ മരണം ഒരു അപകടമായി കാണപ്പെടും, കൊലപാതകമാകില്ലെന്ന് ഉറപ്പുണ്ടോ അതിന്? എന്താ ചേച്ചി ഇത്? നിങ്ങൾ സഹോദരനെയാണോ സംശയിക്കുന്നത്? 100% ഇത് വിജയിച്ചിരിക്കും. അതിലെനിക്ക് ഒരു സംശയവുമില്ല. ഈ കൊട്ടാരം വളരെ പഴയതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അരമനയുടെ കാര്യവും. അതുകൊണ്ട് ഇതിനു ചുറ്റും കാലപ്പഴക്കം ചെന്ന വലിയ വലിയ മരങ്ങളുണ്ട്. അതായത് ആ മരങ്ങളുടെ വേരുകൾ ദ്രവിച്ചു പോയത് കൊണ്ട് അത് ആരുടെ മേൽ എപ്പോ വേണമെങ്കിലും മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. പ്രതാപ് പറഞ്ഞത് വളരെ ശരിയാണ്. എല്ലാവരുടെയും മുൻപിൽ ഇത് ശരിക്കും ഒരു ആക്സിഡന്റ് ആയിരിക്കും. അതോടെ നമ്മുടെ പണിയും കഴിയും. അവയ്ക്കിനി ബോക്സിനുള്ളിൽ കയറിയിരിക്കാൻ പറ്റും. ഞാനിത് ആരും കാണാതെ മാളികയുടെ പുറകിൽ എത്തിച്ചേ പറ്റൂ. സത്യമെന്നായത് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? മനസ്സിന് നന്മയുള്ളപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഭയപ്പെടണം? നമ്മൾ മനുഷ്യരല്ലേ. ചോദ്യങ്ങൾ കൊണ്ട് നമ്മളെ മുറിവേൽപ്പിച്ചേക്കാം. പപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ റാണിയമ്മയ്ക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല. പക്ഷെ എന്തൊക്കെ തന്നെയായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സത്യങ്ങളും റാണിയമ്മയോട് പറഞ്ഞേക്കാം. കാരണം അവയ്ക്ക് ഇവിടെ ഇല്ലെങ്കിൽ റാണിയമ്മ വല്ലാതെ സങ്കടപ്പെടും. റാണിയമ്മ, എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഇന്ന് മോനെ കാണാൻ സുന്ദരനായിട്ടുണ്ടല്ലോ അവിക് ബന്ന. എവിടെ പോവാ? ഗാർഡനിൽ പോകും. ഇങ്ങനെയോ? ഈ വീർഖഡിന്റെ രാജകുമാരനാണിവൻ. ഇത്രയും നിസ്സാരമായ വേഷത്തിലാണോ അവനെ കൊണ്ടുപോവുക? തണുപ്പിന്റെ സമയമാണിത്. ചെന്ന് അവനുള്ള ജാക്കറ്റ് എടുത്തിട്ട് വാ. ശരി മാഡം, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഞങ്ങളുടെ രാജകുമാരൻ അവന് ഇഷ്ടപ്പെട്ട എന്ത് വേഷം വേണമെങ്കിലും ഇട്ടോട്ടെ. അവൻ എപ്പോഴും വളരെ ക്യൂട്ടായില്ലേ കാണപ്പെടുന്നത്. ഗാർഡനിൽ പോണോ മോന്? എന്നാ വായോ, ഞാൻ കൂട്ടിയിട്ട് പോവാം ഗാർഡനിലേക്ക്. അവിടെ നമുക്ക് കളിക്കാം, ഉല്ലസിക്കാം, ഊഞ്ഞാല് പാടാം നമുക്ക്. വാ മോനെ, വാ വാ എന്റെ കൂടെ നീ. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഈ കത്തിൽ എഴുതി വെക്കാം. അപ്പൊ റാണിയമ്മയ്ക്ക് മനസ്സിലാവും. റാണിയമ്മ വിഷമിക്കില്ല. എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം പപ്പ. അവയ്ക്കിന്റെ ഉത്തരവാദിത്തം മുഴുവനും എന്നിലാണ് നിങ്ങളെ ഏൽപ്പിച്ചത്. ഞാനത് നിറവേറ്റാനാ ഓടിക്കൊണ്ടിരിക്കുന്നത്.
എടാ വാ ഇവിടെ വാ, എന്റെ കൂടെ വാ. ആ പ്രതാപ് പറയ. എന്റെ ചേച്ചി എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഒന്ന് വേഗം ആ കുട്ടി പിശാചിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ഗാർഡനിൽ അവനൊപ്പം കളിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ സ്വയം അവനെ കൂട്ടിയാ വരുന്നത്. നീ അവിടെ എല്ലാം തയ്യാറാക്കിയിരുന്നാ മതി. ഇവിടെ എല്ലാം തയ്യാറാണ് ചേച്ചി, നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വരൂ. അല്ല അവിക്പന്ന, അയ്യോ ഈ അവിക്ക് എങ്ങോട്ടാ പോയേ? എന്തിനാ അവനിങ്ങനെ ലേറ്റ് ആവുന്നേ? അവിക്, നീ എത്തിയോ? നീ ഇങ്ങോട്ട് വന്നത് ആരും കണ്ടില്ലല്ലോ. താങ്ക് ഗോഡ്. ഓക്കെ ശരി, നീ വേഗം ഈ ബോക്സിനകത്ത് കയറ്. ഞാൻ അകത്ത് സ്നാക്സ്, വെള്ളം, പിന്നെ പപ്പയുടെ മമ്മയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അപ്പൊ നിനക്ക് പേടി ഉണ്ടാവില്ല. ഓക്കെ? ലെറ്റ്സ് ഗോ അവിക്. ഈ കാർട്ടൂൺ ബോക്സ് അല്ല ഇന്നലെ സ്റ്റോർ റൂമിലുണ്ടായിരുന്നത്. ഇവിടെ ഇത് എങ്ങോട്ടാണ് എടുത്തോണ്ട് പോന്നേ? ഈ റോജ് ഇത് എന്ത് ചെയ്യാനായി പോന്നേ? അവിക്പന്ന, അവിക്. ഹലോ, എന്താ ചേച്ചി നിങ്ങൾ എവിടെ? എന്താ കാണാത്തെ? വേഗം അബിക്കിനെ വിളിച്ചിങ്ങോട്ട് വാ. ഇനിയും നിങ്ങൾ വൈകിയ മരം അറിഞ്ഞ് എന്റെ തലയിൽ വീഴും. എങ്ങനെ കൂട്ടിട്ട് വരാനാ? അവൻ എന്റെ കൈയും പിടിച്ച് ഓടിക്കളഞ്ഞില്ലേ? അവനെ അന്വേഷിക്കുന്നേ. അയ്യോ, അവൻ എങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓടിപ്പോയത്? അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വേഗം കൊണ്ടുവാ. ചെയ്യാം, ഞാൻ എന്തെങ്കിലും ചെയ്യാം. എവിടെ പോയി ആ വൃത്തികെട്ട ചെറുക്കൻ? ഈ റൂമിനകത്ത് തന്നെ വെച്ചത് വേണമായിരുന്നോ? ഇവിടെയൊക്കെ കാർഡ്ബോർഡ് ബോക്സ് കീറിട്ടേക്കുന്നു. ഇവിടെ ഇന്നലെ ഈ കാർഡ്ബോർഡ് ബോക്സിൽ എന്തോ ചെയ്തോണ്ടിരിക്കല്ലായിരുന്നോ? ഇപ്പോഴാണെങ്കിൽ അവൾ ആ സൈക്കിളിൽ അത് എടുത്തോണ്ട് പോയി. പിന്നെയും പോയി ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ അകപ്പെടാൻ പോവാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിക് ബണ്ണയുടെ ഡ്രസ്സുകളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കും. ശരി മാഡം, ചെയ്യാം. ഞാൻ അവിക് ബണ്ണയുടെ ട്രീറ്റ്മെന്റിനായി 1 മാസത്തേക്ക് ഋഷികേശിലേക്ക് പോവുകയാണ്. ഉത്തരവ് പോലെ. എനിക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ. എന്ത് പറ്റി റാണി മാഡം? എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു തലവേദന. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ആ ഇതെന്താ ഇത്? അവിക് ബണ്ണയോ? അവിക് ബണ്ണയ്ക്ക് എന്താ പറ്റിയത്? ഇല്ല, അവിക്പന്നയ്ക്ക് ഒന്നും പറ്റിയില്ല. ഞാൻ റാണിയമ്മ തേടുകയായിരുന്നു. 2 ദിവസം കഴിയുമ്പോ നിങ്ങൾ ഋഷികേശിലേക്ക് പോവുകയായിരുന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയോന്നറിയണ. ഹാ, ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഇനി പ്രശ്നമൊന്നുമില്ല. അവിക് ബണ്ണയുടെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റും. അപ്പോഴേ അവൻ സംസാരിക്കൂ. അതെ, എനിക്കും അവന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതെന്തോ ഒരു കത്താണെന്ന് തോന്നുന്നു. ഇത് ഇനി റോജയുടെ ലെറ്റർ